ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ ഒരു വർഷം നല്ല അടിപൊളിയായിരിക്കട്ടെ. ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ പറ്റിയ ടൈമാണല്ലേ. അതിന് ഏറ്റവും നല്ല ഓപ്ഷനാണ് ജേർണലിംഗ് എന്നുള്ളത്. ജേർണലിംഗ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്പിലുണ്ട് കേട്ടോ. ആർട്ട് ജേർണൽ, ട്രാവലിംഗ് ജേർണൽ, ബുള്ളറ്റ് ജേർണൽ, വിൻറ്റേജ് ജേർണൽ, അങ്ങനെ നീണ്ടുപോകും. അപ്പം ഞാനിന്നിവിടെ ചെയ്യുന്നത് ബുള്ളറ്റ് ജേർണലാണേ. ജേർണലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു ബുക്കാണ്. റൂൾഡ് അല്ലാത്ത ബുക്കായാലും അത്രയും നല്ലത്. പ്ലെയിൻ ആയിട്ടുള്ള ബുക്കോ അല്ലെങ്കിൽ ഞാൻ എടുത്തിരിക്കുന്നത് പോലത്തെ ഡോട്ടഡ് പ്രിൻറ്റഡ് ആയിട്ടുള്ള ബുക്സോ യൂസ് ചെയ്യാം. നോർമലായിട്ട് എസ്തറ്റിക് ജേർണലിങ്ങും വിൻറ്റേജ് ജേർണലിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ബുള്ളറ്റ് ജേർണലിങ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ യൂട്യൂബിലും ഈ പിൻട്രസ്റ്റിലൊക്കെ ഒരുപാട് സെർച്ച് ചെയ്തതിന് ശേഷമാണ് ഞാനിത് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ചധികം ടൈം എടുത്തിട്ടാണ് ഇത് ഫുൾ ചെയ്ത് തീർത്തത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ചിന്തകളെയൊക്കെ ക്രിയേറ്റീവായ രീതിയിൽ ഒരു ബുക്കിൽ എഴുതി വയ്ക്കുന്നതിനെയാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സ്ട്രെസ്സ് മാറ്റാനും ബാഡ് ഹാബിറ്റ് മാറ്റാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. നമ്മൾ ഡയറി ഒക്കെ എഴുതുന്നത് പോലെ തന്നെയാണിത്, പക്ഷേ ഇത് കുറച്ചുകൂടെ ക്രിയേറ്റീവായ രീതിയിൽ ചെയ്യുന്നു എന്ന് മാത്രം. ജേർണലിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ സെൽഫ് റിഫ്ലക്ഷൻ തന്നെയാണ് അവിടെ നടക്കുന്നത്. ഓരോ ആഴ്ചയും ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ വർഷവും നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്തിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ഈ ബുള്ളറ്റ് ജേർണലിൽ നമുക്ക് എഴുതി വെക്കാം. ഞാൻ ജനുവരി മാസത്തെ ബുള്ളറ്റ് ജേർണലിംഗ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് പേജിൽ തന്നെ 2025 എന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് പേജിൽ ഇതുപോലെ ഈ വർഷത്തെ കലണ്ടറാണ് ചെയ്യുന്നത്. ഓരോ ദിവസവും നമുക്കുണ്ടാകുന്ന ഇമോഷൻസും എക്സ്പീരിയൻസും ഒക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടേതായിട്ടുള്ള എന്ത് ക്രിയേറ്റീവ് ഐഡിയ വേണമെങ്കിലും നമുക്കിതിൽ യൂസ് ചെയ്യാം. തേർഡ് പേജിൽ ഞാനിത് ഇതുപോലെ ജനുവരീൻ്റെ മാത്രം കലണ്ടർ എഴുതി കൊടുക്കുകയാണ്. ഇത് ഞാൻ കോളംസൊക്കെ കുറച്ച് വലുതാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം ആ മന്തിൽ വരുന്ന ബർത്ത്ഡേയ്സും ഇവൻറ്റ്സൊക്കെ നമുക്കിതിൽ എഴുതി വയ്ക്കാം. വിൻറ്റേജ് ജേർണൽ ചെയ്യുമ്പോൾ ഉണ്ടാക്കിയ കുറച്ച് വാഷി ടേപ്സും സ്റ്റിക്കറൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചെയ്തിട്ട് കൊളാവണ്ട എന്നുള്ള രീതിക്ക് ഞാൻ അധികം ഡിസൈൻസ് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. എല്ലാം സിമ്പിളായിട്ടേ ചെയ്യുന്നുള്ളൂ. ഫോർത്ത് പേജിൽ ഞാൻ ഹൈലൈറ്റ് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസത്തെയും ഹൈലൈറ്റ് എന്താണോ അത് എഴുതാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് ഇതുപോലെ ഓരോ ഡേറ്റും എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് നേരെയായിട്ട് നമുക്ക് ആ ദിവസത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്താണോ അത് എഴുതി കൊടുക്കാം. നെക്സ്റ്റ് പേജിലായിട്ട് ഞാൻ ടു ഡു ലിസ്റ്റും പിന്നെ കുറച്ച് നോട്ട്സൊക്കെ എഴുതാൻ വേണ്ടിയിട്ടുള്ള സ്പേസുമാണ് കൊടുക്കുന്നത്. പിൻട്രസ്റ്റിലും യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ജേർണലിംഗ് ചെയ്യാനുള്ള ഐഡിയാസൊക്കെ കിട്ടും. ഞാനും അങ്ങനെ പിൻട്രസ്റ്റ് റെഫർ ചെയ്തിട്ടാണ് ഓരോന്നും എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഐഡിയയിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം.
നെക്സ്റ്റ് പേജ് ഞാൻ യൂട്യൂബിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. അതിൽ യൂട്യൂബിന് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റും പിന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ടും പിന്നെ എന്തെങ്കിലും ഗിവ് അവേ ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് പേജിൽ ഞാൻ ഹാബിറ്റ് ട്രാക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയ ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ എന്തെങ്കിലും പുതിയ ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്. അതായത് ഇപ്പോൾ യോഗ അല്ലെങ്കിൽ എക്സസൈസ്, ഡാൻസിങ് അങ്ങനെ എന്തെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എല്ലാ ദിവസവും കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്കിതിൽ മാർക്ക് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ജനുവരിയുടെ കലണ്ടർ ഇവിടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ 4 ഹാബിറ്റ്സിന് വേണ്ടിയിട്ടുള്ള സ്പേസാണ് കൊടുത്തിട്ടുള്ളത്. കലണ്ടറിൽ ഡേറ്റ് ഒന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഏതെങ്കിലും ഒരു കളർ യൂസ് ചെയ്തിട്ട് നമ്മൾ ദിവസവും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡേറ്റിന് നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ താഴെയായിട്ട് ബുക്സ് ടു റീഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്പേസ് കൂടെ കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് ഈ മാസം എന്തൊക്കെ ബുക്സ് വായിച്ചു എന്നുള്ളത് ഇവിടെ എഴുതി വെക്കാം. നെക്സ്റ്റ് പേജിൽ ഞാൻ മൂഡ് ട്രാക്കറാണ് കൊടുക്കുന്നത്. അതായത് ഓരോ ദിവസവും നമ്മുടെ മൂഡ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കിത് വെച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇത് ചെയ്യുമ്പോഴുള്ള വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. പക്ഷെ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും എന്താ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ജനുവരിയിൽ 31 ഡേയ്സ് ഉള്ളത് കൊണ്ട് തന്നെ 31 ലീവ്സ് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ മൂഡും ഏതാണെന്നും അതിന് ഏത് കളറാണ് അടിക്കേണ്ടതെന്നുള്ളതും എഴുതി കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് ഈ മാസം എന്തൊക്കെ ഗോൾസാണ് നമുക്ക് നേടാൻ വേണ്ടി പറ്റിയെന്നുള്ളതിനും കൂടി ഒരു സ്പേസ് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇത്രയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ആദ്യമായിട്ട് ചെയ്തതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് മന്തൊക്കെ നമുക്ക് ഇതിലും നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ബുള്ളറ്റ് ജേർണൽ എന്നൊന്ന് പറയണേ.